സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മാത്സിലെ HCF ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന ടോപ്പിക്കിൽ വരുന്ന ചില ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ചില ഇമ്പോർട്ടൻറ്റ് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, വളരെ കോമൺ ആയി കണ്ടുവരുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. സോ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ഫൈൻഡ് ദ ഗ്രേറ്റസ്റ്റ് നമ്പർ ബൈ വിച്ച് when we divide the numbers 11, 15 and 19, it gives the remainder 3. അതായത് എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ 11, 15, 19 ഈ മൂന്ന് നമ്പേഴ്സിനെ നമ്മൾ ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് റിമൈൻഡർ എന്ത് കിട്ടും? 3 കിട്ടും. അതായത് നമ്മൾ ഒരു നമ്പർ ഉണ്ട്, ആ നമ്പറിനെ കൊണ്ട് 11നെ ഡിവൈഡ് ചെയ്താൽ നമുക്ക് റിമൈൻഡർ 3 കിട്ടും. അതേ നമ്പറിനെ കൊണ്ട് നമ്മൾ 15നെ ഡിവൈഡ് ചെയ്താലും നമുക്ക് റിമൈൻഡർ 3 കിട്ടും. അതേ നമ്പറിനെ കൊണ്ട് നമ്മൾ 19നെ ഡിവൈഡ് ചെയ്താലും നമുക്ക് റിമൈൻഡർ 3 കിട്ടും. ആ നമ്പർ, ആ ഡിവൈഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന നമ്പർ ഏതാണ്? ഇതാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. ഇങ്ങനെയുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. സോ 11നെ നമുക്ക് ആ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 റിമൈൻഡർ കിട്ടും. സോ 11 - 3 കണ്ടുപിടിക്കാം. 11 - 3 എത്രയാണ്? 8. ഓക്കെ, ഇനി ആ നമ്പറിനെ കൊണ്ട് 15നെ ഡിവൈഡ് ചെയ്താൽ നമുക്ക് റിമൈൻഡർ 3 കിട്ടും അല്ലേ? സോ 15 - 3 കണ്ടുപിടിക്കാം. 12 ആണ്. ഇനി അതേ നമ്പറിനെ കൊണ്ട് നമ്മൾ 19നെ ഡിവൈഡ് ചെയ്താൽ നമുക്ക് എഗെയിൻ റിമൈൻഡർ 3 കിട്ടും. സോ 19 - 3 ചെയ്താലും അതും കണ്ടുപിടിക്കുക, 16. സോ നമ്മുടെ റിക്വയർഡ് നമ്പർ എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്താൽ മതി എപ്പോഴും. റിക്വയർഡ് നമ്പർ, അതായത് ഇതിന് ഡിവൈഡ് ചെയ്യുന്ന നമ്പർ ഉണ്ടല്ലോ, റിക്വയർഡ് നമ്പർ എന്ന് പറഞ്ഞാൽ ഈ കിട്ടിയ ഡിഫറൻസുകളില്ലേ, 8, 12, 16 ഈ മൂന്ന് നമ്പേഴ്സിൻ്റെയും HCF ആയിരിക്കും. അതായത് 3 നമ്പേഴ്സ് തന്നു, ഇതിനെ 3നെ നമ്മൾ ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് റിമൈൻഡർ 3 കിട്ടുമെന്ന് പറഞ്ഞു. സോ നമ്മൾ ആ ഡിഫറൻസുകൾ കാണും, ആ നമ്പേഴ്സിനും 3യും ആയിട്ടുള്ള ഡിഫറൻസുകൾ കാണും. ആ ഡിഫറൻസസിൻ്റെ HCF ആയിരിക്കും എന്ത്? നമ്മുടെ നമ്പർ. അതായത് HCF ആദ്യം കണ്ടു നോക്കാം. ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം എങ്ങനെ HCF കണ്ടുപിടിക്കാം. 8ൻ്റെയും 12ൻ്റെയും 16ൻ്റെയും HCF നമുക്കിതിനെ 2 വെച്ച് ഡിവൈഡ് ചെയ്യാം അല്ലേ? 8ന് 4 ടൈംസ്, 12ൽ 6 ടൈംസ്, 16ൽ 8 ടൈംസ്. എഗെയിൻ നമുക്ക് 2 കൊണ്ട് ചെയ്യാം അല്ലേ? 3ലും കോമൺ ആയിട്ട് 4ൽ 2 ടൈംസ്, 6ൽ 3 ടൈംസ്, 8ൽ എഗെയിൻ 4 ടൈംസ്. സോ ഇനി 2നും 3നും 4നും 3നും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പർ ഇല്ല അല്ലേ? സോ ഇവിടെ സ്റ്റോപ്പ് ചെയ്തു. സോ HCF എന്ന് പറഞ്ഞാൽ എന്താ? ഈ 2 × 2 അല്ലേ? 2 × 2 4 ആണ്. സോ 4 ആണ് നമ്മുടെ റിക്വയർഡ് നമ്പർ. നമ്മുടെ ആൻസർ 4 ആണ്. ഇനി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ചെക്ക് ചെയ്ത് നോക്കാം. ഈ 11നെ ഡിവൈഡഡ് ബൈ 4 ചെയ്താൽ എന്ത് കിട്ടണം? റിമൈൻഡർ 3 കിട്ടണം അല്ലേ? ഒന്ന് നോക്കി നോക്കാം. 11നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു, റിമൈൻഡർ എന്താ കിട്ടുന്നത്? 3 കിട്ടുന്നില്ലേ? ഇനി അതേപോലെ 15നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എന്ത് കിട്ടണം? 3 കിട്ടണം അല്ലേ? സോ 15നെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കി, റിമൈൻഡർ എന്താണ്? 3 കിട്ടി ഇല്ലേ? ഇനി അതേപോലെ 19നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 കിട്ടണം എന്ന് പറഞ്ഞു. 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്താ വരിക? റിമൈൻഡർ 3. കണ്ടോ? സോ ഇതാണ് നമ്മുടെ ആൻസർ. നമുക്ക് ആവശ്യമുള്ള നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? 4 ആണ്. ഈ ഒരു മെത്തേഡിലാണ് ചെയ്യാം. ഓക്കെ, സോ വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഇതേപോലെയുള്ള കുറച്ചൊരു ഡിഫറെൻ്റ് ആയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. സോ ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. ഫൈൻഡ് ദ ഗ്രേറ്റസ്റ്റ് നമ്പർ വിച്ച് വെൻ ഡിവൈഡ്സ് ദ നമ്പേഴ്സ് 15, 23 and 31 gives the remainders 3, 5 and 7 റെസ്പെക്റ്റീവ്ലി. അതായത് ഏതോ ഒരു നമ്പർ ഉണ്ട്, ആ നമ്പറിനെ കൊണ്ട് നമ്മൾ 15നെ ഡിവൈഡ് ചെയ്താൽ നമുക്ക് 3 റിമൈൻഡർ കിട്ടും. 23നെ ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 5 കിട്ടും അല്ലേ? ഇതാണ് റിമൈൻഡേഴ്സ്. ഓക്കെ, പിന്നെ 31നെ ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 7 കിട്ടും. ആ നമ്പർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ആദ്യം ഡിഫറൻസസ് കാണും. അതായത് 15നെ നമ്മൾ ആ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 3 കിട്ടും. സോ ഈ ഡിഫറൻസ് ആദ്യം കണ്ടുപിടിച്ച് നോക്കാം, 12. ഇനി ആ നമ്പറിനെ നമ്മൾ 23നെ ഡിവൈഡ് ചെയ്താൽ, ആ നമ്പറിനെ കൊണ്ട് 23നെ ഡിവൈഡ് ചെയ്താൽ നമുക്ക് റിമൈൻഡർ എന്താ കിട്ടുക? 5 ആണ് കിട്ടുക. ഓക്കെ, 18 ആണ് ഡിഫറൻസ്. ഇനി അടുത്തത് 31നെ നമ്മൾ
ആ നമ്പറിനെ കൊണ്ട് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന ആ നമ്പറിനെ കൊണ്ട് 31നെ ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 7 കിട്ടും. സോ ആ ഒരു ഡിഫറൻസ് കണ്ടുപിടിക്കാം. ആ ഒരു ഡിഫറൻസ് എന്താ വരിക? 31. ഓക്കെ, 31 7 മൈനസ് ചെയ്താൽ 24 കിട്ടും. ഓക്കെ, സോ ഇതാണ് നമ്പേഴ്സ്. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്തായിരുന്നു? നമ്മുടെ റിക്വയർഡ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തിൻ്റെ HCF കാണുക? 12, 18, 24. ഈ ഡിഫറൻസസുകളുടെ HCF കാണാമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഓക്കെ, ഇനി എങ്ങനെ HCF കാണാം? 12, 18, 24. നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 6 ടൈംസ് 9 ടൈംസ് 12 ടൈംസ്. ഇനി 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 ടൈംസ് 3 ടൈംസ് 4 ടൈംസ്. ഇനി 2നെയും 3നെയും 4നെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കോമൺ ആയുള്ള നമ്പർ ഇല്ല. സോ ഇവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നു. HCF എന്താണ്? 2 × 3. സൈഡത്തെ മാത്രം എടുത്താൽ മതി. 2 × 3, അതായത് 6 ആണ് നമ്മളെ നമ്പർ. അതായത് 6നെ നമ്മൾ 15 നമ്മൾ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് റിമൈൻഡർ എന്താ കിട്ടുക? 3 കിട്ടും. ഇനി 23നെ നമ്മൾ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 5 കിട്ടും. 31നെ നമ്മൾ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 7 കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഈ ഒരു പാറ്റേണിലാണ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നോക്കുക. ഇനി നമ്മളിതിന് കുറച്ച് ഡിഫറെൻ്റ് ആയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത്. ഓക്കെ, സോ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. എ മിൽക്ക് സപ്ലയർ ഹാസ് 3 vessels containing 75 liter, 135 liter and 105 liter milk respectively. Find the volume of the largest vessel that can be used to measure the milk in all the 3 vessels. അതായത് ഒരു പാല് വിൽക്കുന്ന ആളുടെ കയ്യിൽ 3 പാത്രങ്ങളിലായിട്ട് ആദ്യത്തെ പാത്രത്തിൽ അതായത് 3 വെസൽസ് ഉണ്ട്. ഫസ്റ്റ് വെസലിൽ 75 ലിറ്റേഴ്സ് മിൽക്ക് കൊള്ളും. സെക്കൻഡ് വെസലിൽ 135 ലിറ്റേഴ്സ് മിൽക്ക് ഉണ്ട്, കൊള്ളുന്നല്ല മിൽക്ക് ഉണ്ട്. പിന്നെ മൂന്നാമത്തെ വെസലിൽ 105 ലിറ്റർ മിൽക്ക് ഉണ്ട്. ഇങ്ങനെ 3 പാത്രമുണ്ട്. ഇനി ഇയാൾക്ക് ഈ 3 പാത്രത്തിലെ പാലും കൂടി അളക്കാൻ പറ്റുന്ന വേറൊരു പാത്രം, ഇതിൻ്റെ വോളിയമാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇത് എത്ര ലിറ്റേഴ്സിൻ്റെ പാത്രം വെസൽ എടുക്കണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഈ ഒരു പാത്രം, ഈ ഒരു പാത്രം യൂസ് ചെയ്ത് അയാൾക്ക് 75 ലിറ്റേഴ്സ് ആ മിൽക്ക് അളക്കാൻ പറ്റണം, 135 ലിറ്റർ മിൽക്കും അളക്കാൻ പറ്റണം, 105 ലിറ്റർ മിൽക്കും അളക്കാൻ പറ്റണം. സോ ഇതിന് 3നും അളക്കാൻ പറ്റുന്ന ഒരു പാത്രം, അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു പാത്രത്തിൻ്റെ മെഷർമെൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്, വോളിയമാണ് ചോദിച്ചിരിക്കുന്നത്. സോ അങ്ങനെ ചോദിച്ചാൽ എന്താ കണ്ടുപിടിക്കാൻ നമുക്ക് വേണ്ട? റിക്വയർഡ് വോളിയം, ആ പുതിയ പാത്രത്തിൻ്റെ റിക്വയർഡ് വോളിയം എന്ന് പറഞ്ഞ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിലൊക്കെ നമ്മൾ എന്താ കാണാം? HCF ആണ് കാണാം. അതായത് ഈ 3 നമ്പേഴ്സിൻ്റെയും ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ HCF ഓഫ് 75, 135 ആൻഡ് 105, ഇതിൻ്റെ 3ൻ്റെയും HCF കണ്ടുപിടിക്കാം. ഇതെങ്ങനെ കണ്ടുപിടിക്കാം? 75, 135, 105 പെട്ടെന്ന് നോക്കുമ്പോൾ തന്നെ അറിയാം. 5 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം അല്ലേ? 15 പോവും, 27, 21. ഇതിന് നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ? 5ൽ 9 ടൈംസ് 7 ടൈംസ്. ഇവിടെ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും അല്ലേ? കാരണം 5നെയും 9നെയും 7നെയും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റിയ ഒരു നമ്പറില്ല. സോ HCF എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സൈഡത്തെ മാത്രം എടുത്താൽ മതി. 5 × 3 ആയിരിക്കും. ഓക്കെ, സോ 5 × 3 അതായത് 15 ആണ് HCF. അതായത് നമുക്ക് ഒരു 15 ലിറ്റേഴ്സിൻ്റെ ഒരു വെസൽ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്ത് നമുക്ക് ഈ 75 ലിറ്റേഴ്സ് മിൽക്ക് അളക്കാം. അതായത് 15ൽ നമ്മൾ 75 ലിറ്റേഴ്സ് മിൽക്ക് കുറച്ചൊഴിച്ച് 15 ലിറ്ററായി മാറ്റി വെച്ചു. പിന്നെ എഗെയിൻ 15 ലിറ്ററായി മാറ്റി വെച്ചു. അങ്ങനെ 15 നിറച്ച് മാറ്റി വെച്ചാൽ കറക്റ്റ് 75 ലിറ്റേഴ്സ് നമുക്ക് കിട്ടും. അതേപോലെ 135 ലിറ്റേഴ്സും അങ്ങനെ നമുക്ക് മെഷർ ചെയ്തെടുക്കാം. അതുപോലെ 105 ലിറ്റേഴ്സ് മിൽക്കും അങ്ങനെ 15 വെച്ചിട്ട് നമുക്ക് മെഷർ ചെയ്തെടുക്കാം. ഇതാണ് മെയിൻ ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? ഇതുപോലെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്താൽ മാത്രമേ ഈ ഒരു സെക്ഷൻ തരാവുള്ളൂ. ഇതുപോലെയുള്ള എക്സ്ട്രാ പ്രോബ്ലംസും നോട്ട്സും ഞങ്ങളുടെ ആപ്പിൽ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കൊടുക്കാം. ഇതുവരെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവർക്കായിട്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. സോ അത് ചെക്ക് ചെയ്തിട്ട് നന്നായിട്ട് വർക്കൗട്ട് ചെയ്ത് നോക്കുക. സോ ഡു വെൽ. താങ്ക് യു.